കുറയ്ക്കണോ എന്നാൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ. അലർജിയുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതലുള്ള ബുദ്ധിമുട്ടാണ് ശരീരത്തിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ. ഈ നീർക്കെട്ട് കാരണം തന്നെയാണ് അവരുടെ എല്ലാ ബുദ്ധിമുട്ടും. ഇപ്പൊ തുമ്മലും മൂക്കൊലിപ്പായിക്കോട്ടെ, തൊലിപ്പുറത്തുള്ള അലർജി ആയിക്കോട്ടെ, സ്കിന്നിലൊക്കെ തടിച്ചു പൊന്താനൊക്കെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് തന്നെയാണ്. നീർക്കെട്ട് കൂടുതലുള്ള ആളുകൾക്ക് ശരീരത്തിലുടനീളം വേദന അനുഭവപ്പെടാനും ഇത് കാരണമാവാറുണ്ട്. ഇത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഉറക്കം പ്രോപ്പർ ആക്കുക. ഒരു 10-നും 10:30 ഇടയ്ക്ക് എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കേണ്ടതാണ്. കാരണം ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ബോഡിയുടെ റിപ്പയർ മാക്സിമം നടക്കുന്നത്. ഉറങ്ങാൻ നേരം വഴുകുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത് കാരണമാവുന്നുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾ രാത്രി ഭക്ഷണം ഉറങ്ങുന്നതിന് ഒരു 3 മണിക്കൂർ മുന്നെങ്കിലും കഴിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ കുടലിന്റെ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെടുന്നുണ്ട്. നമ്മൾ ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലൊക്കെ നീർക്കെട്ട് ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് കുടലിനൊക്കെ അത് ബാധിക്കുകയും അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടും ട്രിഗർ ചെയ്യാൻ കാരണമാവുന്നുണ്ട്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രോസസ്ഡ് ആയ ഫുഡുകൾ, ജങ്ക് ഫുഡുകൾ, പ്രത്യേകിച്ച് ഷുഗർ കണ്ടന്റ് ഒക്കെ കൂടുതലുള്ള ഫുഡുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ കൂടുതൽ സ്പൈസി ആയ ഫുഡുകളും പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ കൂടുതൽ എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അടുത്തതായിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടതാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഡീഹൈഡ്രേഷൻ ആണ്. ഒരു 25 കിലോ വെയിറ്റ് ഉള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം എന്ന നിലയ്ക്ക് നിങ്ങൾ എന്തായാലും വെള്ളം എടുക്കണം. മുതിർന്ന ഒരു വ്യക്തി എന്തായാലും ഡെയിലി ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നിർബന്ധമായിട്ട് എടുക്കേണ്ടതാണ്. അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് നിങ്ങൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യേണ്ടതാണ്. സ്ട്രെസ്സിനുള്ള കാരണങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ കുറയ്ക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡെയിലി പറഞ്ഞിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസുകൾ, അതുപോലെ തന്നെ യോഗ, മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നത് വഴി തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നതാണ്. ഒരു 21 ദിവസം നിങ്ങൾ ഈ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് വഴി തന്നെ നിങ്ങൾക്ക് അതൊരു ശീലമായി മാറുകയാണ്. അങ്ങനെ ചെയ്യുന്നത് വഴി തന്നെ നമ്മളെ മനസ്സൊക്കെ കുറച്ചൊന്ന് കാമാവാനും അതുപോലെ തന്നെ അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കുറഞ്ഞതായിട്ട് നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി റൂട്ടീനിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തി നോക്കൂ. അലർജിക്ക് നല്ല മാറ്റം ഉണ്ടാവും. അലർജിയുടെ ബുദ്ധിമുട്ടിനോടൊപ്പം തന്നെ നീർക്കെട്ടുമായിട്ട് ഒരുപാട് വിഷമിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഇന്ന് തന്നെ ഈ മെസ്സേജ് ഷെയർ ചെയ്തോളൂ കേട്ടോ. ഇന്ന് മുതൽ തന്നെ ഇത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ താഴെ യെസ് എന്ന് കമന്റ് ചെയ്യൂ.